ആശാ സമരസമിതി നേതാക്കളെ വീണ്ടും അധിക്ഷേപിച്ച് CITU. സമരസമിതി നേതാവായ മിനി സാംക്രമിക രോഗം പരത്തുന്ന കീടമാണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാർ പരിഹസിച്ചു. കേരളത്തിലെ ബസ് സ്റ്റാൻഡുകൾക്ക് മുന്നിൽ പാട്ടകുലുക്കി പിരിവ് നടത്തുന്ന പാർട്ടിയാണ് സമരത്തിന് പിന്നിലെന്നും ഹർഷകുമാർ പറഞ്ഞു. പത്തനംതിട്ടയിലെ CITU സമരവേദിയിലായിരുന്നു അധിക്ഷേപം. അവരെ നമ്മൾ കേരളത്തിലെമ്പാടും കാണുന്നത് KSRTC ബസ് സ്റ്റാൻഡുകളുടെ മുമ്പിൽ, റെയിൽവേ സ്റ്റേഷനുകളുടെ മുമ്പിൽ പാട്ടകിലിക്ക് പിരിവ് നടത്തുന്ന രംഗങ്ങളിൽ മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത്. അതിന്റെ നേതാവ് ഒരു മിനി എന്ന് പറഞ്ഞ ഒരു സാംക്രമിക രോഗം പരത്തുന്ന ഒരു കീടമുണ്ട്. തിരുവനന്തപുരം അടക്കം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ ആശാപ്രവർത്തകർക്ക് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് VS അച്യുതാനന്ദന്റെ ഭരണകാലത്താണ് 300 രൂപയിൽ നിന്ന് 500 രൂപയാക്കി മാറ്റിയത്. ആ വർദ്ധിപ്പിച്ച 500 രൂപ 1000 രൂപയാക്കണമെന്ന് പറഞ്ഞ് ആശാ വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ദീർഘനാൾ നടന്ന സമരം. ആ സമരകാലത്ത് ഈ പറഞ്ഞ പാട്ടകിലിക്ക് പാർട്ടി അവിടെ കണ്ടില്ല. മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, വലിയ തോതിൽ CITU വിവിധ ഇടങ്ങളിൽ നടത്തുന്ന ബദൽ സമരങ്ങളിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്ന ആശാ പ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ എന്തൊക്കെയായിരുന്നു അത്? വീണ, ആശാ വർക്കർമാരുടെ സമരത്തിൽ സംസ്ഥാന സർക്കാർ ഒറ്റപ്പെടുകയാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ ഏറുന്നു. ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം, പ്രതിരോധത്തിലായി പോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ CITUവിനെ മുൻനിർത്തിക്കൊണ്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ ആശാ വർക്കർമാരുടെ സമരത്തിന് ബദലായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. ഈ പ്രക്ഷോഭ പരിപാടികളിലെല്ലാം തന്നെ ആശാ വർക്കർമാരുടെ സമരത്തെ തീർത്തും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള നടപടികളാണ് CITUവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് പത്തനംതിട്ടയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് CITUവിനെ മുൻനിർത്തിക്കൊണ്ട് ആശാ വർക്കർമാരുടെ സംഘടന നടത്തിയ സമരത്തിലാണ് ഈ CITUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാർ ഈ ആശാ വർക്കർമാരുടെ സമരസമിതിയുടെ നേതാവായിട്ടുള്ള മിനിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തീർത്തും വ്യക്തി അധിക്ഷേപം നടത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തിരുവനന്തപുരത്ത് ഈ സമരത്തിന്റെ പേരിൽ ഇവർ കെട്ടിക്കിടക്കുകയാണ്. ബസ് സ്റ്റാൻഡുകളിൽ പാട്ടപ്പിരിവ് നടത്തി പണം കണ്ടെത്തുന്ന സംഘടനയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഇവർ. പാട്ടപ്പിരിവ് നടത്തിയാണ് ഈ സമരം നടത്തുന്നത്. കഴിഞ്ഞ നാളുകളായിട്ട് തിരുവനന്തപുരത്ത് കെട്ടിക്കിടക്കുന്നു. സാംക്രമിക രോഗം പടർത്തുന്ന കീടമാണ് മിനി തുടങ്ങിയ തീർത്തും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, മിനിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തീർത്തും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്ന രീതിയിലായിരുന്നു PB ഹർഷകുമാറിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായത്. ആദ്യതരത്തിൽ ഈ ബദൽ സമരം എന്ന രീതിയിൽ പാർട്ടി സഖാക്കളായിട്ടുള്ള ആശാ വർക്കർമാരായിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഇന്ന് പത്തനംതിട്ടയിൽ നടത്തുന്നു. ആദ്യം ഈ ആശാ വർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിക്കുന്ന ചില പരാമർശങ്ങൾ ഈ PB ഹർഷകുമാർ അവരുടെ പേര് ഉന്നയിക്കാതെ, സമരസമിതിയിലുള്ള ആളുകളുടെ പേരുകളൊന്നും തന്നെ ഉന്നയിക്കാതെ ആദ്യം അധിക്ഷേപ പരാമർശങ്ങൾ ചൊരിയുന്നു. അതിനുശേഷമാണ് വ്യക്തിപരമായി തന്നെ മിനിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ CITU നേതാവ് PB ഹർഷകുമാർ നടത്തുന്നത്. തീർത്തും വ്യക്തിപരമായിട്ട് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട്, മിനിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരാമർശങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ പല ഭാഗങ്ങളിലും, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ CITU നടത്തുന്ന പരിപാടികളിൽ, സമര പ്രക്ഷോഭങ്ങളിൽ, സമാന്തര ബദൽ സമര പ്രക്ഷോഭങ്ങളിൽ ഇത്തരത്തിൽ ഈ ആശാ വർക്കർമാരെ അധിക്ഷേപിക്കുന്ന, തീർത്തും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാവുകയും ഭീഷണികളടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ന് പത്തനംതിട്ടയിൽ നടന്ന സമരത്തിലും, ഈ CITUവിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിലും ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം നടത്തിയത്. ഇതുകൂടാതെ ഈ സമരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട്, തീർത്തും സംസ്ഥാന സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ സമരം അനാവശ്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് CITUവിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഉയർന്നു വരുന്നത്. അത്തരത്തിൽ തന്നെയുള്ള ന്യായീകരണങ്ങളായിരുന്നു ഇന്ന് PB ഹർഷകുമാർ ഈ സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ നടത്തുകയും ചെയ്തത്. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പിണറായി സർക്കാരാണ് ആശാ വർക്കർമാർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു നൽകുന്നത്. അവർക്ക് സഹായകരമായിട്ടുള്ള രീതിയിലുള്ള ധനസഹായം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുന്നതിനുള്ള, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനുള്ള തരത്തിലുള്ള സമര പ്രക്ഷോഭങ്ങളാണ്, അത്തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് ഈ സമരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവർ നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ആശാ വർക്കർമാർ നടത്തി വരുന്ന
സമരത്തിന് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിന്തുണയേറുന്നു. വിവിധ സംഘടനകൾ പിന്തുണയുമായി എത്തുന്നു. തീർത്തും പ്രതിരോധത്തിലായ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ തീർത്തും ഇവർ ഈ സമരസമിതിയിലെ നേതാക്കളെ അധിക്ഷേപങ്ങൾ ചൊരിയുന്നു എന്നുള്ളത് ഒരു തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് സമൂഹം ഉറ്റുനോക്കുന്നത് ഏത് തരത്തിലാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമായി നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ. ഓക്കെ.